സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ. ആദ്യഘട്ടത്തിൽ വരുമാന ഭേദമില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന പേരിൽ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് ഇറാൻ. ബഹ്റൈനിലും ജോർദാനിലും കുവൈറ്റിലും മിസൈൽ വർഷം. 21 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. മറുപടി ഇറാന്റെ തെക്കൻ മേഖലകളിലെ US ആക്രമണങ്ങൾക്ക്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്നെന്ന റെക്കോർഡ് സ്വന്തമാക്കി നരേന്ദ്രമോദി. മറികടന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ്. 12 വർഷത്തെ പ്രധാന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി. മാസപ്പടി കേസിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ ED. ചോദ്യാവലി തയ്യാറാക്കി ED. CMRL-ൽ നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചതിൽ വ്യക്തത തേടും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ കണ്ടുകെട്ടലിനും സാധ്യത. തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാപ്പ കേസ് പ്രതിയായ കൌൺസിലർ റിമാൻഡിൽ. വധശ്രമ കേസിൽ ഒളിവിലായ വാഴോട്ടുകോണം BJP കൌൺസിലറെ പിടിച്ചത് അതിസാഹസികമായി. സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൌൺസിലർ പ്രക്ഷോഭിനെ കൌൺസിലർ പദവിയിൽ നിന്ന് അയോഗ്യനാക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി CPM-ൽ കലാപം. കടുത്ത അതൃപ്തിയിൽ V ശിവൻകുട്ടി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിട്ടുനിന്നു. V ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചത് ഇന്നലെ. അൻസുബയുടെ പരാതികളിൽ കഴമ്പില്ലെന്ന നിഗമനത്തിൽ പോലീസ്. ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SI-ക്കുമെതിരെ കേസെടുക്കാനാകില്ലെന്നും പോലീസ്. ടിനി ടോമിനെതിരായ പരാതിയിൽ തുടർ നടപടിയുണ്ടാകും. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. അന്ത്യം രാവിലെ ചെന്നൈയിലെ വസതിയിൽ. വിടവാങ്ങിയത് രാജ്യം കണ്ട ബഹുമുഖ ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാൾ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത.